അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. BSc പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രണ്ടാം സെമസ്റ്ററിൻ്റെ കോമൺ കോഴ്സ് അറബിക്ക് മൂന്നാമത്തെ പാഠഭാഗമാണ് അൽ അബു വ ഇബ്നുഹു, പിതാവും മകനും. ജലസൽ അബുൽ അജൂസു ബി ജിവാരി നാഫിദ. വൃദ്ധനായ പിതാവ് ജനലിനരികിലായിട്ടിരുന്നു. ഫസമിഅ സൗത്ത ബുൽബിലിൻ ജമീലിൻ. മനോഹരമായ ഒരു രാപ്പാടിയുടെ ശബ്ദം അദ്ദേഹം കേട്ടു. വക്കാന ഇബ്നുഹു യജിലിസു ഇല ജാനിബിഹി. അയാളുടെ മകൻ അദ്ദേഹത്തിൻ്റെ അരികിലായി ഇരിക്കുന്നുണ്ടായിരുന്നു. മുഹദ്ദിഖൻ ഫി ഷാഷത്തി ജിഹാസിൽ ഹാസൂബ് അൽ മഹ്മൂൽ. ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട്. ഫസ അലൽ അബു മാ ഹാദ സൗത്തു യാ പുനയ്യ. പിതാവ് ചോദിച്ചു, മോനെ, എന്താണ് ആ ശബ്ദം? എന്താണ് ഈ ശബ്ദം? അൽ അജൂസ്, വാക്കുകളൊന്ന് നോക്കാം. അൽ അജൂസ്, വൃദ്ധനായ, കിളവനായ എന്നർത്ഥം. ബി ജവാലി നാഫിദ. നാഫിദത്ത് എന്ന് പറഞ്ഞാൽ ജനലാണ്. ജനലിന് അരികിലായി. ജിവാർ എന്ന് പറഞ്ഞാൽ അരികിൽ, നിയർ ടു. ഫസമിഅ സൗത്ത ബുൽബുലിൻ. ബുൽബുൽ നെയ്റ്റിംഗേൾ അല്ലെങ്കിൽ രാപ്പാടി എന്നർത്ഥം. അതിൻ്റെ ഒരു വിശേഷണമായി കൊടുത്തു ജമീൽ എന്ന വചനം, ഭംഗിയുള്ള. മുഹദ്ദിഖൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയോടെ നോക്കുക, ശ്രദ്ധയോടെ വീക്ഷിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് നോക്കുന്നതിനാണ് മുഹദ്ദിഖൻ. ഷാഷത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ സ്ക്രീന് എന്നൊക്കെ അർത്ഥത്തിൽ. ജിഹാസുൽ ഹാസൂബ് അൽ മഹ്മൂൽ. അൽ ഹാസൂബ് എന്ന് പറഞ്ഞാൽ വെറും അൽ ഹാസൂബ് എന്നാണ് പറയുന്നതെങ്കിൽ അതിന് കമ്പ്യൂട്ടർ എന്നാണ് അർത്ഥം. അൽ ഹാസൂബ് അൽ മഹ്മൂൽ എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് എന്നാണ് അർത്ഥം. ഓക്കെ. ഫ അജാബൽ ഇബ്നു ദൂന അൻ യർഫ റഅ്സഹു. പിതാവ് ചോദിച്ചു, മകൻ മറുപടി പറഞ്ഞു. നമ്മളൊക്കെ ഇന്ന് സാധാരണ കാണുന്ന ഒരു രംഗമാണ്, നമുക്ക് പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ കഴിയും. ഫ അജാബൽ ഇബ്നു ദൂന അൻ യർഫ റഅ്സഹു. തല ഉയർത്താതെ മകൻ മറുപടി പറഞ്ഞു, ഇന്നഹു സൗത്തു ബുൽബുലിയാബി. ഉപ്പ, അതൊരു രാപ്പാടിയുടെ ശബ്ദമാണ്. ബഅദ ഫത്രത്തിൻ ഖസീറത്തിൻ. കുറച്ച് സമയത്തിന് ശേഷം. സഅലൽ അബു സാനിയൻ. പിതാവ് രണ്ടാമതും ചോദിച്ചു, മാ ഹാദ സൗത്തു യാ ബുനയ്യ. മകനെ, എന്താണ് ആ ശബ്ദം? ഫഅജാബൽ ഇബ്നു ഇന്നഹു സൗത്തുൽ ബുൽബുൽ. അത് രാപ്പാടിയുടെ ശബ്ദമാണ്. അപ്പോൾ അതിൽ ദൂന അൻ യർഫ റഅ്സഹു, തല ഉയർത്താതെ. സൗത്തു ബുൽബുൽ നേരത്തെ വന്ന പ്രയോഗമാണ്. ബഅദ ഫത്രത്തിൻ ഖസീറ, കുറഞ്ഞ സമയങ്ങൾക്ക് ശേഷം. കുറഞ്ഞ സമയങ്ങൾക്ക് ശേഷം എന്നുള്ളതിനാണ് ബഅദ ഫത്രത്തിൻ ഖസീറ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ബഅദ ഖലീലിൻ, കുറച്ച് സമയങ്ങൾക്ക് ശേഷം. കററ സുആലു ഖായിലൻ, ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടു പറഞ്ഞുകൊണ്ട്, മാ ഹാദ സൗത്ത് ഫിൽ ഖാരിജി. പുറത്തുനിന്ന് എന്താണ് ശബ്ദം കേൾക്കുന്നത്? ഫറദ്ദൽ ഇബ്നു അലൈഹി മുംതഇലൻ. ഈ സമയം മകൻ കുറച്ച് കോപത്തോടു കൂടെയാണ് മറുപടി പറഞ്ഞത്. മുംതഇൽ എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ, അതൃപ്തിയോടെ. ഇന്നഹു സൗത്തു ബുൽബുലിൻ, അതൊരു രാപ്പാടിയുടെ ശബ്ദമാണ്. അലം അഖുല്ലക ഹാദാ ഖബൽ. ഇതന്നെയല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? അലം അഖുല്ലക ഹാദാ മിൻ ഖബൽ. ഇത് തന്നെയല്ലേ ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞത്? മിൻ ഖബൽ, മുമ്പ്. ഫസമത്തൽ അബു. പിതാവ് നിശബ്ദനായി. വബാദ മുദ്ദത്തിൻ ഖലീലത്തിൻ, കുറഞ്ഞ സമയങ്ങൾക്ക് ശേഷം. ഖാല ഹസീനൻ, ദുഃഖിതനായി പറഞ്ഞു, ദുഃഖത്തോടെ പറഞ്ഞു, അഹ്ലിർലി മുഫക്കിറത്തി അൽ ഖദീമ മിനൽ ഉർഫത്തി ലൗ സമഹ്ത. മോനെ, നിനക്ക് പറ്റുമെങ്കിൽ മുറിയിൽ പോയിട്ട് എൻ്റെ പഴയ ഡയറി ഒന്ന് കൊണ്ടുവരുമോ? മുഫക്കിറത്തി അൽ ഖദീമ, എൻ്റെ പഴയ ഡയറി. മിനൽ ഉർഫത്തി, ബെഡ്റൂമിൽ നിന്ന്, റൂമിൽ നിന്ന്. ലൗ സമഹ്ത, പ്ലീസ് അതൊന്ന് കൊണ്ടുവരുമോ? ദഹബൽ ഇബ്നു വഅഹ്ലറൽ മുഫക്കിറ. മകൻ പോയി ഡയറി കൊണ്ടുവന്നു. ഫതഹൽ അബു അല സഫ്ഹത്തിൻ. പിതാവ് അതിൽ നിന്നൊരു പേജ് മറിച്ചു. ഫതഹ അൽ അബു, ആ ഡയറിയെ പിതാവ് തുറന്നു. അല സഫ്ഹത്തിൻ, ഒരു പേജിൻ്റെ മേൽ എന്നൊക്കെയാണ് വാക്കർത്ഥം വരിക. അഥവാ പിതാവ് ആ ഡയറി മറിച്ചു, അതിൽ നിന്നൊരു പേജ് എടുത്തു. വ തലബ മിൻ ഇബ്നിഹി ഖിറാഅത്തഹ. മകനോട് ആ പേജ് ഒന്ന് വായിക്കാൻ പറഞ്ഞു. ഫഖറഅ അൽ ഇബ്നു, മകനത് വായിച്ചു. ഫി ഹാദൽ യൗമി അതമ്മ ഇബ്നി സലാസത അഅവാമിൻ വഖദ് അഖദ്തുഹു ഇലൽ ഖദീഖ ഫറഅ ബുൽബുലൻ വസഅലനി മാ ഹാദ അത്താഇറു യാ അബി ഫഅജബ്തുഹു ബിഅന്നഹു ബുൽബുൽ
വളല്ല യുകദിറു സുആല നഫ്സഹു വഉജീബുഹു ദൂന മലലിൻ മാ യുഖാരിബു മിൻ 20 മറ. ഇന്ന് എൻ്റെ മകന് 3 വയസ്സ് പൂർത്തിയായി. ഞാൻ അവനുമായി പൂന്തോട്ടത്തിലേക്ക് പോയി. പൂന്തോട്ടത്തിലിരിക്കെ അവനൊരു രാപ്പാടിയെ കണ്ടു. അവൻ എന്നോട് ചോദിച്ചു, പിതാവേ, ഏതാണ് ഈ പക്ഷി? ഉപ്പ, ഏതാണ് ഈ പക്ഷി? ഞാൻ മറുപടി പറഞ്ഞു, അതൊരു രാപ്പാടിയാണ്. ആ ചോദ്യം അവൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അവന് മറുപടിയും കൊടുത്തുകൊണ്ടിരുന്നു. 20ഓളം തവണ അവൻ ആ ചോദ്യം ചോദിച്ചപ്പോഴും യാതൊരു മടുപ്പും ക്ഷീണവും കൂടാതെ ഞാൻ അവൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. വളലൽനാ നൽഹക് വനംറഹ് വനല്ലം. ഞങ്ങൾ ചിരിച്ചും ആസ്വദിച്ചും ആനന്ദിച്ചും കളിച്ചും ഒന്നിച്ചവിടെ ചെലവഴിച്ചു. ഹത്താ അൻഹകഹു തഅബു വഉദ്നാ ഇലൽ മൻസിലി. അങ്ങനെ അവന് ക്ഷീണിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഇതാണ് ആ ഡയറിയിൽ എഴുതി വെച്ചത്. ആ ദിവസം ഒരു പിതാവിൻ്റെ നൊമ്പരം. പിതാവ് കുഞ്ഞു ചെറുപ്പത്തിലായിരിക്കുമ്പോൾ 20 തവണ ചോദിച്ചപ്പോഴും മറുപടി പറയാൻ പിതാവ് തയ്യാറായി. ആ കുഞ്ഞ് വലുതായപ്പോൾ, പിതാവിന് വയസ്സായപ്പോൾ 3 തവണ ചോദിച്ചപ്പോഴേക്കും ആ കുഞ്ഞിന് ദേഷ്യം വന്നു, അതൃപ്തി വന്നു. ആ ഒരു വലിയൊരു വ്യത്യാസത്തെയാണ്, ഒരു ജനറേഷൻ ഗ്യാപ്പിനെയാണ് ഈ ഒരു കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഫിഹാദില്യോം, ഈ ദിവസം അതമ്മ ഇബിനി സലാസത്ത അവാം 3 വർഷം പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ 3 വയസ്സ് പൂർത്തിയാക്കി. വഖദ് അഖദ്തുഹു ഇലൽ ഹദീഖ. ഞാൻ അവനെയും കൊണ്ട് തോട്ടത്തിലേക്ക് പോയി, പൂന്തോട്ടത്തിലേക്ക് പോയി. ഫറഅ ബുൽബുലൻ. ബുൽബുലിനെ കണ്ടവൻ. വസഅലനി മാ ഹാദ ത്വാഇറു യാ ബി. അവൻ എന്നോട് ചോദിച്ചു, ഉപ്പ, ഏതാണ് ഈ പക്ഷി? ഫഅജബ്തുഹു ബി അന്നഹു ബുൽബുൽ. ഞാൻ അവരോട് പറഞ്ഞു, ഇത് ബുൽബുലാണ്, രാപ്പാടിയാണ്. വളല്ല യുകദിറു സുആല നഫ്സഹു. അതേ ചോദ്യം അവൻ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. വഉജീബുഹു. ഞാൻ ഉത്തരവും ആവർത്തിച്ചു. ദൂന മലലിൻ. മലൽ, മടുപ്പ്. മാ യുഖാരിബു മിൻ 20 മറ. 20ഓളം തവണ അവൻ ആ ചോദ്യം ആവർത്തിച്ചു. അങ്ങനെ ഞങ്ങൾ ആനന്ദിച്ച് ചിരിച്ച് കളിച്ച് മടങ്ങി. ഇതാണ് ആ സംഭവം അറിയിക്കുന്നത്.